ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോട്ടെ മോളെ, മോളെന്താ ഒന്നും മിണ്ടാത്തെ? എന്നെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ വന്ദനാമ്മേ? പറ്റില്ലെങ്കിൽ വേണ്ട വന്ദനാമ്മേ. എങ്കിലേ ബിനുവേട്ടൻ ഒരു കാര്യം ചെയ്യുക, ആ ഇടവഴി ചെല്ല്. ഇടവഴി 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 അതുവഴി വൈനിക്കട ജംഗ്ഷനിൽ എത്തുമ്പോ ബിനുവേട്ടന് അവരുടെ മുന്നിലെത്താൻ പറ്റും. ഏട്ടാ, വണ്ടി നിർത്ത്. നീ വിനുവേട്ടൻ. എന്താ പറ്റി വിനുവേട്ടാ? എന്താ വിനുവേട്ടാ ഇതില്? ഇന്നലെ ഗണപതി അമ്പലത്തിൽ നിന്ന് വാങ്ങി വെച്ച ഉണ്ണിയപ്പാണെന്നാണോ? എന്തിനാ വിനുവേട്ടാ ഇത്? വിനുവേട്ടൻ പറഞ്ഞത് ഏട്ടന് മനസ്സിലായോ? ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം നേർച്ച നടത്തിയ ഉണ്ണിയപ്പാത്ര. ഞാൻ കഴിച്ചോളാം വിനുവേട്ടാ. വേണ്ട. ശരി എന്നാ. ഞാനും വന്ദനേച്ചിന്ന് വെച്ചാ ജീവനാ വിനുവേട്ടന്. ഞങ്ങളെ എന്ത് ഇഷ്ടമാണെന്നറിയോ? ഈ അടുത്ത കാലത്ത് പോലും എനിക്ക് മുടി ചീവി തരുന്നതും പിന്നിട്ട് തരുന്നതും ഒക്കെ വിനുവേട്ടനായിരുന്നു. എന്നാ സ്വന്തം ഏട്ടന്മാരെക്കാളും ഇഷ്ടം ഞങ്ങൾക്കും വിനുവേട്ടനോടാ. നല്ല രുചിയുണ്ട്. ഏട്ടന് വേണം ഉണ്ണിയപ്പം. മുത്തശ്ശി വിനുവേട്ടനെ കുറിച്ച് പറയുന്നത് കളഞ്ഞു കിട്ടിയ തങ്കമെന്നാ. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടുത്തെ നേർച്ച ഉണ്ണിയപ്പോ വളരെ വിശേഷപ്പെട്ടതാ. വിനുവേട്ടൻ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി നേർന്ന വഴിപാടാ. നല്ല ഉണ്ണിയപ്പാ. ഏട്ടൻ കഴിക്കേ. വേണമെന്നില്ല, ഞാനിപ്പോ ഒന്നും കഴിച്ചല്ലേ ഉള്ളൂ. കഴിക്കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിങ്ങ് തന്നെ. ഇത് മുഴുവനും കഴിക്കാൻ പോവാണോ? എന്തായിട്ടായി കാണിച്ചത്? വല്ലവന്മാരും അവന്റെ എച്ചി കൈ കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പൊന്നും നീ കഴിക്കണ്ട. അതിന് വിനുവേട്ടൻ ഉണ്ടാക്കിയതൊന്നും അല്ല. എങ്കിലും അവൻ കൈ കൊണ്ട് തൊട്ടതല്ലേ, അത് നീ കഴിക്കണ്ട.
എന്റെ ഭാര്യ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? വർഷ, ഐ ലവ് യു. അച്ഛാ, എന്റെ മോളെ സൂക്ഷിച്ചോണേ. അവൾ ഇനിയും വരും, എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കും. മോള് ധൈര്യമായിട്ട് പോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വന്ദനമ്മ പോയിട്ട് വരട്ടെ മോളെ. പോട്ടെ മോളെ. മോളെന്താ ഒന്നും മിണ്ടാത്തെ? എന്നെയും കൂടി കൊണ്ടുപോവാൻ പറ്റുമോ വന്ദനാമ്മേ? പറ്റില്ലെങ്കിൽ വേണ്ട വന്ദനമ്മേ. മോളെ, അച്ഛമ്മയില്ലേ മോൾക്ക്? ദിയമോൾക്ക് വന്ദനമ്മേ വേണം. മോൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വന്ദനാമ്മയുടെ കൂടെ പോണം, അത്രയല്ലേ ഉള്ളൂ. മോള് വാ, നമുക്ക് പോവാം. അല്ല മോനെ, നിന്റെ നല്ല മനസ്സെനിക്ക് മനസ്സിലാവും. പക്ഷേ ദിയമോളെയും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാ അവിടെ എന്ത് നടക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വന്ദനെ തന്നെ അവിടെ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയ വലിയ പ്രശ്നമാവും മോനെ. ഒരു ഭാര്യയുടെ മനസ്സിന്റെ സന്തോഷം നോക്കേണ്ടത് ഒരു ഭർത്താവിന്റെ കടമയാണ്. ഇവിടെ നിപ്പോ ഞാൻ ഈ കുഞ്ഞിന്റെ മനസ്സും വേദനിപ്പിച്ച് ഞാൻ വന്ദനയെ ഇവിടുന്ന് കൊണ്ടുപോയാ തളർന്ന മനസ്സുമായിട്ട് ഈ കുഞ്ഞിവിടെയും തകർന്ന മനസ്സുമായിട്ട് വന്ദന അവിടെയും കഴിയും. അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം അമ്മേ? ഇപ്പൊ ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നിയമങ്ങളെ കൂട്ടിയിട്ട് പോകുന്നുള്ളൂ. മാനത്തെ കൊട്ടാ